ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടാവുന്ന ഒരു അടിപൊളി ഐറ്റം ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് എടുക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ആദ്യം തന്നെ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മൈദപ്പൊടിയിൽ ചെയ്തെടുക്കണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം. ഞാനിവിടെ ഓരോ കപ്പും നിറച്ചാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിന്റെ അളവിൽ 2 കപ്പ് ഗോതമ്പ് പൊടി ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചിരകി എടുത്തിട്ടുള്ള തേങ്ങ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ള അതേ കപ്പ് അളവിൽ തന്നെ 1/2 കപ്പ് അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് ഒരു 3 ഏലക്ക ചതച്ചതിന് ശേഷം അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ്. ശർക്കരപ്പൊടി വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്കൊരു മീഡിയം മധുരമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/4 കപ്പ് അളവിലാണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വെള്ള എള്ള് ഇട്ട് കൊടുക്കാം. ഈ ഒരു എള്ളിന്റെ മണവും കൂടെ ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. ഇതുപോലെ ഒരു സ്പൂൺ അളവിൽ 1.5 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു എള്ള് കറുത്ത എള്ളോ വെളുത്ത എള്ളോ ഏതായിരുന്നാലും കുഴപ്പമില്ല, സ്കിപ്പ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിന്റെ പ്രത്യേകത ആ ഒരു എള്ളിന്റെ മണവും കൂടെ ചേരുമ്പോൾ നമ്മുടെ പലഹാരം പ്രത്യേക മണവും ടേസ്റ്റൊക്കെയാണ്, അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ആ ഒരു മധുരത്തിനെ ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് കുഴച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 250 ml കപ്പിന്റെ അളവിൽ ഒരു 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ആ ഒരു വെള്ളം തന്നെ കറക്റ്റ് ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന അത്രയും മാവ് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊന്ന് ടൈറ്റായിട്ട് വേണം. അപ്പോൾ ഞാനിതാ കുറച്ചൊന്ന് ടൈറ്റായിട്ട് ഈ ഒരു മാവ് നല്ല രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് പകുതിയാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ മാവൊന്ന് റോൾ ചെയ്തെടുക്കുക. ഇനി ഈ ഒരു ബോർഡിൽ വെച്ചിട്ട് കുറച്ചുകൂടെ ഒന്ന് ചെറുതാക്കി എടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനും വലിപ്പത്തിനും അനുസരിച്ച് ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതേപോലെ കനം കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. അതുപോലെ ഇതെല്ലാം തയ്യാറാക്കുമ്പോൾ തന്നെ കാണാനും നല്ലൊരു ഭംഗിയായിരിക്കും. ഞാനിപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ എല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിതുപോലെ ഈ ഒരു ഷേപ്പിലാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇതുപോലെ തന്നെ എല്ലാവരും ചെയ്തെടുക്കണമെന്നില്ല. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഷേപ്പിലും വലിപ്പത്തിലൊക്കെ തയ്യാറാക്കി എടുക്കുക. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന, ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിക്കാത്ത ഒരു നല്ല ഐറ്റമാണ്. ഇപ്പോൾ ഞാനിവിടെ എല്ലാ മാവും ഒരേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തു. ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. എങ്കിലേ എല്ലാം ഒരേപോലെ വെന്ത് കിട്ടുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം വെന്ത് കിട്ടി. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചാൽ നന്നായിട്ട് വാടിപ്പോവുകയും ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ കറക്റ്റായിട്ട് നല്ലൊരു പരുവത്തിന് വെന്ത് കിട്ടും. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതാ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം റെഡിയായി കിട്ടി. ഇതെല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം റെഡിയായി കിട്ടി. ഇടയ്ക്കൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ഇതുപോലൊന്ന് ഉണ്ടാക്കി കൊടുക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.